കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. 3 ഡിഫറെൻറ്റ് പാറ്റേണാണ്. നല്ല റേഞ്ചിൽ നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ് കേട്ടോ. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.com സൈറ്റ് ആയി. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു യോക്കും ഫുൾ കാന്ത വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫാബ്രിക് നല്ലതാണ്, ഒരു ജക്കോട്ട് വീവിങ് പോലെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഒരു ഫാബ്രിക്കിൽ തന്നെ ഒരു വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഫാബ്രിക്. 1395 ആണ് റേഞ്ച്. ഇതിനെ നമ്മൾ സെയിം ഈ ഒരു ഫാബ്രിക്കിൽ ടോപ്പ് ബോട്ടം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ഈ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്ത വർക്ക് പോയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സെറ്റാണ്. ബോട്ടം വന്നേക്കുന്നത് പ്രിൻറ്റഡ് ആണ്, കോട്ടൺ ബോട്ടം ആണ് കേട്ടോ. അതെങ്ങനെ വരിക. നെക്സ്റ്റ് വൺ ഓഫ് വൈറ്റിൽ തന്നെ ഇൻഡിഗോ ഷെയ്ഡാണ് കേട്ടോ. യോക്ക് കൊടുത്തേക്കുന്നത് സിമ്പിളൊരു യോക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെയാണ്. ദുപ്പട്ടയാണെങ്കിലും ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സെറ്റ് ആയിട്ട് നല്ല കളർ കോമ്പിനേഷൻ. ഫാബ്രിക് നല്ല സോഫ്റ്റാണ്. ബോട്ടം വന്നേക്കുന്നത് ഇൻഡിഗോ ഷെയ്ഡാണ്, കോട്ടൺ ഫ്ലോറൽ പ്രിൻറ്റഡ്. നെക്സ്റ്റ് സെറ്റ് ഉണ്ടോ, നല്ല രസമുള്ള കുഞ്ഞ് ഫ്ലവേഴ്സ് ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്തിട്ട് യോക്ക് നല്ല ഭംഗിയുള്ളൊരു യോക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ റേഞ്ചാണ് ഏറ്റവും അട്രാക്റ്റീവ്. 1000 റേഞ്ചിലാണ് ഇത് വന്നേക്കുന്നത്. യോക്ക് നല്ല സിംപിളി ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയറിനൊക്കെ വൈറ്റ് റൗണ്ടോ അല്ലെങ്കിൽ റൗണ്ട് എടുത്തിട്ട് ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതൊരു സെറ്റാണ് കേട്ടോ. നല്ലൊരു പാറ്റേൺ, പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു പൈപ്പിംഗ് അങ്ങനത്തെ പാറ്റേൺസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്ക് പാറ്റേൺസ് ഒന്നും ചെയ്യാതെ വിത്ത് ചെറിയൊരു ലൈനിങ് ഇട്ടിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അത് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. കോട്ടൺ എപ്പോഴും ലൈനിങ് ഇട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ, കാരണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ബോട്ടം വന്നേക്കുന്നത് സിഗ്സാഗ് പാറ്റേൺ ആണ്, കോട്ടൺ തന്നെയാണ് വന്നേക്കുന്നത്. നല്ല സൂപ്പർ സെറ്റ്, 1000 റേഞ്ച്. നെക്സ്റ്റ് വൺ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ പ്രിൻറ്റും ഒക്കെ ഒരു ഭയങ്കര കാം കളറും നല്ല രസമുണ്ട് കാണാൻ. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ സിഗ്സാഗ് പാറ്റേണിലും ആ ഒരു സൈഡ് വീവിങ് ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ്, ഹക്കോബ പാറ്റേൺ ആണ്. 1195 റേഞ്ച്. ഇതെല്ലാം ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഒരു വീവിങ് പാറ്റേൺ പോലെ വന്നിട്ടുള്ള നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് കാണാനായിട്ട്. ഫ്രണ്ടിലാണ് ഈ ഒരു ഹക്കോബ പാറ്റേൺ ആൻഡ് ബാക്ക് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിലൊരു ബൂട്ടി ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. യോക്ക് സിമ്പിളായിട്ട് കുഞ്ഞൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ഇങ്ങനെ. നെക്സ്റ്റ് വൺ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ. ഓഫ് വൈറ്റിൽ ബ്ലൂ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ ഇതുപോലെ നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഓഫ് വൈറ്റിൽ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ, എല്ലാം നല്ല സറ്റിൽ എലഗൻറ്റ് കോമ്പിനേഷൻസ് ആണ്. ബോട്ടം വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇതുപോലെ. എല്ലാത്തിലും സ്ലൈറ്റ് വേരിയേഷൻസ് ഉള്ളെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ കാണിക്കുന്നത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാ ഒരു യെല്ലോ ഷെയ്ഡും പീച്ചും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം തന്നെ സോഫ്റ്റ് ഫിനിഷാണ്. ഫാബ്രിക് നല്ല സോഫ്റ്റാണ്. കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.